ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 1:9 മുതൽ 14 വരെ. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഒഴുക്കപ്പെട്ട ദൈവകൃപ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം കുറവുകളെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. എനിക്ക് മതിയായ കഴിവില്ല, എനിക്ക് മതിയായ വിശ്വാസമില്ല, എനിക്ക് മതിയായ ശക്തിയില്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മെ ബാധിക്കാറുണ്ട്. എന്നാൽ യോഹന്നാൻ 1:9 മുതൽ 14 വരെ നമ്മെ ഒരു മഹത്തായ സത്യത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കുറവായി നൽകപ്പെടുന്ന ഒന്നല്ല, അത് അളവില്ലാതെ ഒഴുകി പകരുന്ന അനുഗ്രഹമാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് വചനത്തിൽ പറയുന്നു. ഇവിടെ നിറഞ്ഞവൻ എന്ന വാക്ക് തന്നെ സമൃദ്ധിയുടെ സൂചനയാണ്. ദൈവം തൻ്റെ കൃപ ഒരു ചെറിയ അളവിൽ മാത്രം നൽകിയില്ല, അവൻ തൻ്റെ ഹൃദയം തുറന്ന് മനുഷ്യരിലേക്ക് ഒഴുക്കി. ആ കൃപയുടെ പൂർണ്ണതയാണ് യേശുക്രിസ്തു. ഈ സന്ദേശത്തിൽ നാം ധ്യാനിക്കേണ്ടത് ആ ഒഴുക്കപ്പെട്ട ദൈവകൃപ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ്. അതിനായി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് 5 ചിന്തകളാണ്. ഒന്നാമതായി, ഇരുളിലേക്ക് ഒഴുകിയ കൃപ. ഇരുളിലേക്ക് ഒഴുകിയ കൃപ. വചനത്തിൽ പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ലോകം ഇരുളിലായിരുന്നു, പാപത്തിൻ്റെ ഇരുൾ, ദുഃഖത്തിൻ്റെ ഇരുൾ, ആത്മീയ അന്ധതയുടെ ഇരുൾ. എന്നാൽ ദൈവം ആ ഇരുളിനെ ശപിച്ചു നിർത്തിയില്ല. അവൻ തൻ്റെ കൃപയുടെ പ്രകാശം അതിലേക്കൊഴുക്കി. പ്രകാശം വന്നാൽ ഇരുട്ട് പിന്മാറും, പ്രകാശം വന്നാൽ ദിശ തെളിയും. അതുപോലെ ദൈവകൃപ നമ്മുടെ ജീവിതത്തിലെ ആശയക്കുഴപ്പങ്ങളെ മാറ്റുന്നു. നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, നമ്മൾ പലപ്പോഴും വീണിട്ടുണ്ടാവാം. പക്ഷേ കൃപ നമ്മെ കുറ്റപ്പെടുത്തുവാനല്ല വരുന്നത്, നമ്മെ പുതുക്കുവാനാണ് വരുന്നത്. ദൈവകൃപ ആദ്യം എത്തുന്നത് നമ്മുടെ ഏറ്റവും ബലഹീനമായ സ്ഥലങ്ങളിലേക്കാണ്. നാം മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്ന വേദനകളിലേക്കാണ് അതൊഴുകുന്നത്. നാം നാണിക്കുന്ന തെറ്റുകളിലേക്കാണ് അത് സ്പർശിക്കുന്നത്. കൃപ നമ്മെ ഇരുട്ടിൽ വിടുന്നില്ല, അത് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. രണ്ടാമതായി, നിരാകരണത്തിനിടയിലും ഒഴുകിയ കൃപ. നിരാകരണത്തിനിടയിലും ഒഴുകിയ കൃപ. അവൻ സ്വത്വത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം വേദനിക്കുന്നു. സൃഷ്ടാവായവൻ സൃഷ്ടിയിലേക്ക് വന്നു, എന്നാൽ അവനെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ഈ നിരാകരണം കൃപയെ നിർത്തിയില്ല. മനുഷ്യർ അവനെ തള്ളിയപ്പോൾ പോലും അവൻ മനുഷ്യരെ തള്ളിയില്ല. അവനെ അവഗണിച്ചവർക്ക് പോലും അവൻ സ്നേഹം കാണിച്ചു. അവനെ ക്രൂശിലേറ്റിയവർക്ക് പോലും അവൻ ക്ഷമ ചോദിച്ചു. ഇത് തന്നെയാണ് ഒഴുക്കപ്പെട്ട കൃപയുടെ മഹത്വം. നമ്മൾ സാധാരണയായി നമ്മെ നിരസിക്കുന്നവരിൽ നിന്ന് മാറി നിൽക്കുന്നു. എന്നാൽ ദൈവകൃപ അങ്ങനെയല്ല. അത് വാതിൽ അടച്ചിടുന്നില്ല, അത് വീണ്ടും വീണ്ടും മുട്ടുന്നു. അത് വീണ്ടും വീണ്ടും വിളിക്കുന്നു, അത് വീണ്ടും വീണ്ടും അവസരം നൽകുന്നു. മൂന്നാമതായി, സ്വീകരിക്കുന്നവർക്ക് മഹത്വത്തിൻ്റെ പൂർണ്ണ അവകാശം. സ്വീകരിക്കുന്നവർക്ക് മഹത്വത്തിൻ്റെ പൂർണ്ണ അവകാശം. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇത് വെറും ഒരു വാഗ്ദാനം മാത്രമല്ല, ഒരു പുതിയ തിരിച്ചറിവാണ്. ദൈവമക്കളാവുക എന്നത് നമ്മുടെ പഴയ ജീവിതം മാറ്റുന്ന ഒരു അനുഭവമാണ്. കൃപ നമ്മെ കുറ്റക്കാരിൽ നിന്ന് മക്കളാക്കി മാറ്റുന്നു. കൃപ നമ്മെ അകന്നവരിൽ നിന്ന് അടുപ്പമുള്ളവരാക്കി മാറ്റുന്നു. കൃപ നമ്മെ ദാസന്മാരിൽ നിന്ന് അവകാശികളാക്കി മാറ്റുന്നു. ദൈവമക്കളാകുമ്പോൾ നമുക്കൊരു പുതിയ സുരക്ഷ ലഭിക്കുന്നു. പിതാവിൻ്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്ന ആത്മവിശ്വാസം ലഭിക്കുന്നു. പ്രാർത്ഥനയിൽ ധൈര്യത്തോടെ സമീപിക്കുവാനുള്ള അവകാശം ലഭിക്കുന്നു. ഇത് നമ്മുടെ കഴിവിൻ്റെ ഫലമല്ല, ദൈവകൃപയുടെ ദാനമാണ്. നാലാമതായി, വചനം മാംസമായി. വചനം മാംസമായി.
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ വാക്യം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഹൃദയമാണ്. ദൈവം ദൂരെ ഇരുന്നില്ല, അവൻ മനുഷ്യനായി വന്നു. അവൻ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങൾ അനുഭവിച്ചു. അവൻ വിശപ്പറിയുന്നു, അവൻ വേദന അറിയുന്നു, അവൻ കണ്ണുനീരറിയുന്നു. അതിനാൽ അവൻ്റെ കൃപ സിദ്ധാന്തമല്ല, അനുഭവമാണ്. അത് ദൂരെയുള്ള അനുഗ്രഹമല്ല, അടുത്തുള്ള സാന്നിധ്യമാണ്. യേശുവിൻ്റെ ഓരോ പ്രവൃത്തിയും കൃപയുടെ ഒഴുക്കായിരുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്നതും കൃപ, പാപികളെ ക്ഷമിച്ചതും കൃപ, നിരാശരായവരെ ഉയർത്തിയതും കൃപ. അവൻ്റെ ജീവിതം മുഴുവൻ കൃപയുടെ ഒരു നദി പോലെ ഒഴുകി. അഞ്ചാമതായി, കൃപയും സത്യവും ശുദ്ധീകരിക്കുന്ന ഒഴുക്ക്. കൃപയും സത്യവും ശുദ്ധീകരിക്കുന്ന ഒഴുക്ക്. കൃപയും സത്യവും നിറഞ്ഞവൻ. കൃപ നമ്മെ സ്നേഹത്തോടെ സമീപിക്കുന്നു, സത്യം നമ്മെ ശരിയായ വഴിയിൽ നിർത്തുന്നു. ഈ രണ്ടും ഒരുമിച്ചാണ് യേശുവിൽ പ്രവർത്തിക്കുന്നത്. കൃപയില്ലെങ്കിൽ സത്യം കഠിനമാകും, സത്യമില്ലെങ്കിൽ കൃപ അലസമാകും. എന്നാൽ ദൈവകൃപ നമ്മെ സ്നേഹത്തോടെ തിരുത്തുന്നു. അത് നമ്മുടെ തെറ്റുകളെ മറച്ചു വയ്ക്കുന്നില്ല, പക്ഷെ അവയെ മാറ്റാൻ സഹായിക്കുന്നു. കൃപ നമ്മെ പഴയ മനുഷ്യരായി വിടുന്നില്ല, അത് നമ്മെ പുതുക്കുന്നു. അത് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. അത് നമ്മെ ദൈവത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒഴുക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ ഈ നോമ്പുകാലം അതിനെ കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുവാനുള്ള ഒരു പരിശുദ്ധ അവസരമാണെന്ന് തിരിച്ചറിയണം. നോമ്പ് വെറും ആഹാരം ഒഴിവാക്കുന്ന ഒരു ആചാരമല്ല, അത് ഹൃദയം ശൂന്യമാക്കി ദൈവകൃപ നിറയാൻ അനുവദിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ്. നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം സ്വയം ശക്തരല്ല, ദൈവകൃപയാൽ മാത്രമാണ് നാം നിലനിൽക്കുന്നത് എന്ന സത്യമാണ്. നമ്മുടെ ശരീരം വിശപ്പ് അനുഭവിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കണം. ഭക്ഷണം കുറയ്ക്കുമ്പോൾ പ്രാർത്ഥന കൂട്ടണം. സംസാരിക്കൽ കുറയ്ക്കുമ്പോൾ വചനധ്യാനം വർദ്ധിപ്പിക്കണം. നോമ്പ് നമ്മെ വിനയത്തിലേക്ക് നയിക്കുന്നു. നോമ്പ് നമ്മെ ആത്മപരിശോധനയിലേക്ക് വിളിക്കുന്നു. നോമ്പ് നമ്മെ പാപസമ്മതത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അഹങ്കാരം, അസൂയ, സ്വാർത്ഥത, ക്ഷമിക്കാത്ത മനസ്സ്, ഇവയെല്ലാം നോമ്പുകാലത്ത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വെക്കേണ്ടതാണ്. അപ്പോൾ ദൈവകൃപ നമ്മുടെ ഉള്ളിൽ ഒഴുകി തുടങ്ങും. നോമ്പുകാലം നമ്മെ ക്രൂശിലേക്കാണ് നയിക്കുന്നത്. ക്രൂശ് ദൈവകൃപയുടെ പരമാവധി പ്രകടനമാണ്. അവിടെ ശിക്ഷയുടെ പകരം ക്ഷമയുണ്ട്, അവിടെ കുറ്റപ്പെടുത്തലിന് പകരം സ്നേഹമുണ്ട്, അവിടെ മരണത്തിന് പകരം ജീവനുണ്ട്. നാം നോമ്പ് ആചരിക്കുമ്പോൾ ചോദിക്കണം, എൻ്റെ ഹൃദയം ശുദ്ധമാകുന്നുണ്ടോ? എൻ്റെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ കൃപ കൂടുതൽ ഒഴുകുന്നുണ്ടോ? നോമ്പ് വെറും പുറം നിയമമാകരുത്, അത് ഉള്ളിലെ മാറ്റമാകണം. ഭക്ഷണം ഒഴിവാക്കുമ്പോൾ കരുണ വർദ്ധിക്കണം. ചിലവുകൾ കുറയ്ക്കുമ്പോൾ ധ്യാനം വർദ്ധിക്കണം. സമയം കണ്ടെത്തുമ്പോൾ പ്രാർത്ഥന ആഴപ്പെടണം. നോമ്പുകാലം നമ്മെ ശൂന്യമാക്കുന്നു, എന്നാൽ ആ ശൂന്യത ദൈവകൃപ നിറയാൻ വേണ്ടിയാണ്. ഒരു പാത്രം നിറയാൻ അത് ആദ്യം ശൂന്യമാകണം. അതുപോലെ നമ്മുടെ ഹൃദയം ലോകത്തിൻ്റെ നിറവുകളിൽ നിന്ന് ശൂന്യമാകുമ്പോൾ ദൈവകൃപ അതിൽ ഒഴുകി നിറയും. പ്രിയരെ, ഈ നോമ്പുകാലം വെറുതെ കടന്നു പോകാതിരിക്കട്ടെ. അതൊരു ആത്മീയ ഉണർവിൻ്റെ സമയമാകട്ടെ. അത് കൃപയുടെ ഒരു പുതിയ അനുഭവമാകട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം കൂടുതൽ വ്യക്തമായി അനുഭവിക്കുന്ന ഒരു കാലമാകട്ടെ. ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നോമ്പ് കാലത്ത് എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ. എൻ്റെ അഹങ്കാരം തകർക്കണമേ. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. നിൻ്റെ ഒഴുക്കപ്പെട്ട കൃപ എൻ്റെ ഉള്ളിൽ നിറയ്ക്കട്ടെ. എൻ്റെ ജീവിതം നിൻ്റെ കൃപയുടെ സാക്ഷിയാക്കട്ടെ. നോമ്പ് നമ്മെ ക്രൂശിലൂടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മഹത്വത്തിലേക്ക് നയിക്കുന്നു. ദൈവകൃപയെ ശൂന്യമാകുമ്പോൾ ഒരു നാൾ കൃപയിൽ നിറയും. ദൈവകൃപ നമ്മിൽ നിറഞ്ഞാൽ അത് ലോകത്തിനിടയിൽ പ്രത്യാക്ഷതയുടെ പ്രകാശമായി തെളിയും. ആമേൻ.